ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഫേസ് ചേഞ്ചസ്, അതുപോലെ തന്നെ എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ, എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ, എൻട്രോപ്പി ഓഫ് സബ്ലിമേഷൻ, ഈ ടോപ്പിക്കൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫേസ് ചേഞ്ചസ്. എപ്പോഴാണ് ഒരു ഫേസ് ചേഞ്ച് സംഭവിക്കുന്നത്? ഒരു ഫേസിൽ നിന്നും മറ്റൊരു ഫേസിലേക്ക് ഒരു ട്രാൻസിഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? A phase transition taking place at constant temperature and pressure at which equilibrium between the two phases is possible may be regarded to occur reversibly. അതായത് ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്കുള്ള ട്രാൻസിഷൻ നടക്കുന്നത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും റിവേഴ്സിബിളിയാണ് ആ ട്രാൻസിഷൻ നടക്കുന്നത്. ഈ കോൺസ്റ്റൻറ്റ് പ്രഷറിലും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും എന്താണ്, രണ്ട് ഫേസുകളും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം അവിടെ ഉണ്ടാകും. രണ്ട് ഫേസുകളും ഇക്വിലിബ്രിയത്തിൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും കോൺസ്റ്റൻറ്റ് പ്രഷറിലും ഇക്വിലിബ്രിയത്തിൽ നിൽക്കുമ്പോൾ റിവേഴ്സിബിളിയാണ് എന്ത് സംഭവിക്കുന്നത്? ഫേസ് ചേഞ്ചസ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി ഒരു ഫേസ് ട്രാൻസിഷൻ നടക്കുമ്പോൾ അതിൻ്റെ എൻട്രോപ്പി ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എസ് ട്രാൻസിഷൻ. എൻട്രോപ്പി ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ടി ആണ്. അതായത് എൻതാൽപ്പി ഓഫ് ദി പെർട്ടിക്കുലർ ട്രാൻസിഷൻ, ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസിഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചറാണ് ആ ഒരു ട്രാൻസിഷൻ്റെ എൻട്രോപ്പി ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഡെൽറ്റ എസ് ട്രാൻസിഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ട്രാൻസിഷൻ ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ ഇതെന്താണ് ഡെൽറ്റ എസ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്? എൻട്രോപ്പി ഓഫ് ട്രാൻസിഷൻ, ആ ഒരു ട്രാൻസിഷൻ നടക്കുന്നതിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസിഷൻ്റെ എൻതാൽപ്പി ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചറാണ്. എൻതാൽപ്പി ഓഫ് ദി പെർട്ടിക്കുലർ ട്രാൻസിഷൻ ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചറാണ്. ഓക്കെ, ഈ ഒരു ഫേസ് ട്രാൻസിഷൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സോളിഡിൻ്റെ ഫ്യൂഷനാണ്. സോളിഡിൻ്റെ ഫ്യൂഷൻ നടക്കുന്നത് മെൽറ്റിംഗ് പോയിന്റിലാണ്. മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് TF എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സോളിഡിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൽ നടക്കുന്ന ഫ്യൂഷൻ, ദെൻ ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു ലിക്വിഡ് ബോയിൽ ചെയ്ത് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്നത്. അപ്പോൾ ലിക്വിഡ് ബോയിൽ ചെയ്യുമ്പോൾ അത് വേപ്പേഴ്സ് ആയിട്ട് മാറും. ഓക്കെ, അത് ബോയിലിംഗ് പോയിന്റിലാണ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് നമുക്ക് TB എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ഒരു ട്രാൻസിഷൻസ് ഒക്കെ നടക്കുന്നത് റിവേഴ്സിബിൾ ആയിട്ടാണ്. റിവേഴ്സിബിൾ ഫേസ് ട്രാൻസിഷൻസ് ആണ്, സിൻസ് ദ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസിഷൻസിലെല്ലാം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഈ ഫേസുകൾ തമ്മിൽ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, ഒരു ലിക്വിഡ്, ഇപ്പോൾ നമ്മൾ വാട്ടർ ആയിക്കോട്ടെ, വാട്ടർ ബോയിൽ ചെയ്യുന്നത് എവിടെ? ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അതെത്തുമ്പോൾ അത് ബോയിൽ ചെയ്യും. അപ്പോൾ അത് ബോയിൽ ചെയ്യുമ്പോൾ അത് എങ്ങോട്ടേക്ക്, ഏത് സ്റ്റേറ്റിലേക്ക് മാറും? അത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറും, അല്ലേ? വെള്ളം നീരാവിയാകും. അപ്പോൾ ആ സമയത്ത് ഈ വാട്ടറും വേപ്പറും തമ്മിലൊരു ഇക്വിലിബ്രിയം ഉണ്ടാകും. ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഫേസ് ട്രാൻസിഷൻ എക്സാമ്പിളാണ്. ഓക്കെ, then ഒരു സോളിഡിൻ്റെ ഫ്യൂഷൻ, അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൽ എത്തുമ്പോൾ സോളിഡിൻ്റെ ഫ്യൂഷൻ നടക്കും. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസിഷൻസിലെല്ലാം എന്താണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ ട്രാൻസിഷൻ നടക്കുന്ന ഫേസുകൾ തമ്മിൽ ഒരു ഇക്വിലിബ്രിയവും ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫേസ് ചേഞ്ചസിൽ എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ എന്താണെന്ന് നോക്കാം. ദ എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ, it is defined as the entropy change accompanying the conversion of 1 mole of the solid substance into its liquid form at its melting point. So entropy of fusion, അല്ലെങ്കിൽ നമുക്ക് മോളാർ എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ എന്നും കൂടി പറയാം. അപ്പോൾ അതെന്താണ്? ഒരു സബ്സ്റ്റൻസിൻ്റെ മോളാർ എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫൈൻഡ് ആസ് ദ എൻട്രോപ്പി ചേഞ്ച് അക്കംപനിയിങ് ദ കൺവേർഷൻ ഓഫ് 1 mole of the solid substance into its liquid form at its melting point. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് ആ സബ്സ്റ്റൻസിൻ്റെ ഒരു മോൾ സബ്സ്റ്റൻസ്, ആ ഒരു മോൾ സോളിഡ് സബ്സ്റ്റൻസ് ആണ്. ഒരു മോൾ സോളിഡ് സബ്സ്റ്റൻസ് അതിൻ്റെ ലിക്വിഡ് ഫോമിലേക്ക് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൽ വെച്ച് കൺവേർഷൻ നടക്കുന്നതിനെയാണ് എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സബ്സ്റ്റൻസിൻ്റെ എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസിൻ്റെ ഒരു മോൾ സോളിഡ് സബ്സ്റ്റൻസ് അതിൻ്റെ ലിക്വിഡ് ഫോമിലേക്ക് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൽ വെച്ച് കൺവേർഷൻ നടക്കുന്നതിനെയാണ് എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയുമ്പം ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഫ്യൂഷൻ, ഈ FUS എന്ന് പറയുന്നത് ഫ്യൂഷനാണ്, ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഫ്യൂഷൻ ഡിവൈഡഡ് ബൈ TF. ഈ TF എന്ന് പറയുന്നത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? TF എന്ന് പറയുന്നത്
ടി എഫ് എന്ന് പറയുന്നത് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്, ടെമ്പറേച്ചർ. ഏത് ടെമ്പറേച്ചറിനാണോ അത് മെൽറ്റ് ചെയ്യുന്നത് ആ ഒരു ടെമ്പറേച്ചറിനാണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ. ദെൻ എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ. What is entropy of vaporization? It is defined as the entropy change accompanying the conversion of one mole of the liquid substance into its vapor form at its boiling point. അപ്പോൾ എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് ഒരു മോൾ ലിക്വിഡ് സബ്സ്റ്റൻസ് അതിൻ്റെ വേപ്പർ ഫോമിലേക്ക് കൺവേർഷൻ നടക്കുന്നത്. അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൽ വെച്ചിട്ട് ഒരു മോൾ ലിക്വിഡ് സബ്സ്റ്റൻസ് അതിൻ്റെ വേപ്പർ ഫോമിലേക്ക് കൺവേർഷൻ നടക്കുന്നതിനെയാണ് എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്ടറിനെ വാട്ടർ എപ്പോഴാണ് വേപ്പർ സ്റ്റേറ്റിലോട്ടേക്ക് മാറുന്നത്? അത് അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൽ എത്തുമ്പോഴാണ്. അതായത് വാട്ടർ ബോയിൽ ചെയ്ത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടർ ബോയിൽ ചെയ്യുന്ന ആ ടെമ്പറേച്ചർ, അതിനെയാണ് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ എങ്ങോട്ടേക്ക് മാറും? ഫേസ് ട്രാൻസിഷൻ നടക്കും. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും അത് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു മോൾ ലിക്വിഡ് സബ്സ്റ്റൻസ് അതിൻ്റെ വേപ്പർ ഫോമിലോട്ടേക്ക് കൺവേർഷൻ നടക്കുമ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൽ വെച്ച് കൺവേർഷൻ നടക്കുന്നതിനെയാണ് എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. സോ എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ, ഡെൽറ്റ എസ് വേപ്പറൈസേഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ഡിവൈഡഡ് ബൈ ടി ബി. എന്താണ് ഇവിടെ ടി ബി എന്ന് പറഞ്ഞത്? ടി ബി എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ആണ്. ഓക്കെ. ഇതെന്ന് പറയുന്നത് എൻട്രോപ്പി, ആ ട്രാൻസിഷൻ്റെ എൻതാൽപ്പി. ഓക്കെ. ഒരു എൻതാൽപ്പി ചേഞ്ചിനെയാണ് ഇവിടെ ഡെൽറ്റ എച്ച് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യം. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പിയാണ്, ആ ഒരു ട്രാൻസിഷൻ്റെ എൻതാൽപ്പി ചേഞ്ച്. അപ്പോൾ ഡെൽറ്റ എസ് വേപ്പറൈസേഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ഡിവൈഡഡ് ബൈ ടി ബി. ടി ബി എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ്. ദെൻ നെക്സ്റ്റ് entropy of sublimation. Entropy of sublimation, it is defined as the entropy change accompanying the conversion of one mole of the solid substance into its vapor form at its sublimation point. അപ്പോൾ sublimation എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നത്. അത് സോളിഡിന് ഒരു സോളിഡ് ഡയറക്റ്റ് വേപ്പർ ഫോമിലേക്ക് മാറുക. സോളിഡ് ഡയറക്റ്റ് വേപ്പർ ഫോമിലേക്ക് പോകുന്നതിനാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എൻട്രോപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പറയുന്നത് ഒരു മോൾ സോളിഡ് സബ്സ്റ്റൻസ് അതിൻ്റെ വേപ്പർ ഫോമിലേക്ക് മാറുകയാണ്. സബ്ലിമേഷൻ പോയിന്റിൽ വെച്ച് അതിൻ്റെ വേപ്പർ ഫോമിലേക്ക് മാറുന്നതിനെയാണ് എൻട്രോപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതായത് ലിക്വിഡ് സ്റ്റേറ്റ് ഇവിടെ വരുന്നില്ല. ഓക്കെ. സോളിഡ് ഡയറക്റ്റ് എന്തായിട്ട് മാറുന്ന? വേപ്പേഴ്സ് ആയിട്ട് മാറുക. Then entropy of sublimation, delta S sublimation is equal to delta S sublimation divided by Ts. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിനെയാണ് സബ്ലിമേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഏത് ടെമ്പറേച്ചറിലാണോ ഒരു സോളിഡ്, ഒരു മോൾ സോളിഡ് അതിൻ്റെ വേപ്പർ ഫോമിലേക്ക് പോകുന്ന ആ ഒരു ടെമ്പറേച്ചറിനാണ് സബ്ലിമേഷൻ പോയിന്റ് എന്ന് പറഞ്ഞത്. ആ ഒരു സബ്ലിമേഷൻ പോയിന്റിലാണ് ഈ ഒരു ഫേസ് ട്രാൻസിഷൻ നടക്കുന്നത്. സോ ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ലിമേഷൻ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ടി എസ് എന്ന് പറയുന്നത് സബ്ലിമേഷൻ പോയിന്റ്. സബ്ലിമേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റും താഴെയുള്ള ടെമ്പറേച്ചർ. മെൽറ്റിംഗ് പോയിന്റിനും താഴെ സബ്ലിമേഷൻ നടക്കുന്ന ടെമ്പറേച്ചറിനെയാണ് സബ്ലിമേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു സോളിഡിൻ്റെ മെൽറ്റിംഗ് പോയിന്റിനും താഴെ എവിടെയാണോ, മെൽറ്റിംഗ് പോയിന്റിനും താഴെ ഏത് ടെമ്പറേച്ചറിലാണോ സബ്ലിമേഷൻ നടക്കുന്നത് ആ ടെമ്പറേച്ചറിനെയാണ് സബ്ലിമേഷൻ പോയിന്റ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. കൂടാതെ ഈ ഡെൽറ്റ എച്ച് ഫ്യൂഷൻ, ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ, ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ, ഡെൽറ്റ എസ് ഫ്യൂഷൻ, ഡെൽറ്റ എസ് വേപ്പറൈസേഷൻ, ഡെൽറ്റ എസ് സബ്ലിമേഷൻ വിൽ ഓൾ ബി പോസിറ്റീവ്. ഇതൊക്കെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. അതിന് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. സോ ഫസ്റ്റ് പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി taking place when 27.3 kilojoule of heat is transferred to a system at 273 Kelvin isothermally and reversibly. സോ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എൻട്രോപ്പിയാണ് അല്ലേ? ചേഞ്ച് ഇൻ എൻട്രോപ്പിയാണ്. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. ഈ ഇക്വേഷനൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ക്യൂ റിവേഴ്സിബിൾ എത്ര തന്നിരിക്കുന്നത്? ഹീറ്റ് എത്ര തന്നിരിക്കുന്നത്? 27.3 കിലോ ജൂളാണ്. അപ്പോൾ അതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 27300 ജൂൾ, അത്രയും ജൂൾ എന്ന് കിട്ടും. ടെമ്പറേച്ചർ 273 കെൽവിൻ ആണ്. സോ ഈ വാല്യൂസൊക്കെ ഈക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു 27300 ഡിവൈഡഡ് ബൈ 273 കെൽവിൻ. സോ 100 ജൂൾ പെർ കെൽവിൻ എന്ന് കിട്ടും എൻട്രോപ്പി ചേഞ്ച്. നെക്സ്റ്റ്, calculate the entropy of fusion of ice if its enthalpy of fusion at
273 Kelvin is 335 ജൂൾ പെർ ഗ്രാം ഇൻവേഴ്സ്. അതായത് ജൂൾ പെർ ഗ്രാം അല്ലെങ്കിൽ ജൂൾ ഗ്രാം ഇൻവേഴ്സ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ്. ഐസിൻ്റെ എൻട്രോപ്പി ഓഫ് ഫ്യൂഷനാണ് തന്നിരിക്കുന്നത്. എന്താണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ 335 ജൂൾ പെർ ഗ്രാം തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ 273 കെൽവിൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓർത്ത് വെക്കുക. എന്താണ് എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ? ഡെൽറ്റ എസ് ഫ്യൂഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഫ്യൂഷൻ. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഡിവൈഡഡ് ബൈ ടി എഫ് എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ടെമ്പറേച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ആ ടെമ്പറേച്ചർ എത്രയാണ്? 273 കെൽവിനാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം ഈ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ തന്നിരിക്കുന്നത് ജൂൾ പെർ ഗ്രാം ആണ്. നമുക്ക് പെർ മോളാണ് കാണേണ്ടത്, പെർ മോളാണ് വേണ്ടത്. അപ്പോൾ എന്തായിരുന്നു ഈ എൻതാൽപ്പി ഓഫ് ഈ എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞത്? ഒരു മോൾ സോളിഡ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യണു? ലിക്വിഡ് ഫോമിലേക്ക് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൽ വെച്ച് കൺവേർഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന അതിനെയാണ് എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോൾ സോളിഡ് സബ്സ്റ്റൻസ് അതിൻ്റെ ലിക്വിഡ് ഫോമിലേക്ക് മാറുമ്പോൾ ഉള്ള എൻട്രോപ്പി ഓഫ് ഫ്യൂഷനാണ്. അതാണ് ഈ ഡെൽറ്റ എസ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെർ മോൾ ആണ് വേണ്ടത്. ഒരു മോൾ വാട്ടർ എന്ന് പറയുന്നത് എത്ര ഗ്രാമാണ്? 18 ഗ്രാമാണ്. H2O. ഓക്കെ, ഓക്സിജൻ്റെത് അറ്റോമിക് മാസ് എത്രയാണ്? 16 ആണ്. അപ്പോൾ ഒരു ഹൈഡ്രജൻ്റെ എന്താണ്? 1 ആണ്. അപ്പോൾ 2 ഹൈഡ്രജൻ. അപ്പോൾ 16 + 2 എന്ത് വരും? 17, 18. അപ്പോൾ ഒരു മോൾ വാട്ടർ എന്ന് പറയുന്നത് 18 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ത് ചെയ്യണം? ഇൻറ്റു 18 ഗ്രാം പെർ മോൾ ചെയ്യണം. കാരണം ഇവിടെ ജൂൾ പെർ ഗ്രാമാണ് തന്നത്, നമുക്ക് ജൂൾ പെർ മോളാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്തത്? ഇതിൻ്റെ 18 ഗ്രാം പെർ മോൾ കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുന്നത്. സോ ഒരു മോൾ വാട്ടർ എന്ന് പറഞ്ഞത് 18 ഗ്രാമാണ്. അതുകൊണ്ട് നമ്മൾ എൻതാൽപ്പി ഓഫ് ഫ്യൂഷനെ ഇൻറ്റു 18 ഗ്രാം പെർ മോൾ ചെയ്യുന്നു. ദെൻ ടി എഫ് 273 കെൽവിൻ തന്നിട്ടുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷനിലോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ ഈസ് ഈക്വൽ ടു 335 ജൂൾ പെർ ഗ്രാം ഇൻറ്റു 18 ഗ്രാം പെർ മോൾ ഡിവൈഡഡ് ബൈ 273. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആൻസർ 22.09 ജൂൾ പെർ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്, അല്ലെങ്കിൽ ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്, അല്ലെങ്കിൽ ജൂൾ പെർ കെൽവിൻ മോൾ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, എങ്ങനെയാണ് ഇങ്ങനൊരു യൂണിറ്റ് കിട്ടുന്നത്? ജൂൾ ഇവിടെ എന്താ? ജൂൾ പെർ ഗ്രാം, ഇവിടെ ഗ്രാം പെർ മോള്, ഇവിടെ കെൽവിൻ. അപ്പോൾ ഇതെങ്ങനെ ആൻസറിൽ 22.09 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് കിട്ടുന്നത്? ഇതെന്താണ്? ഗ്രാം ഇൻവേഴ്സാണ്. ഗ്രാം ഇൻവേഴ്സും ഗ്രാമും ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ എന്താണ്? ജൂൾ അവിടെ ഉണ്ട്. ജൂൾ കെൽവിൻ ഇൻവേഴ്സ്, കെൽവിൻ എന്താണ്? അടിയിലാണ് അതല്ലേ. അപ്പോൾ അത് എങ്ങോട്ടേക്ക് വരുന്നു? അത് മുകളിലേക്ക് വരുമ്പോൾ കെൽവിൻ ഇൻവേഴ്സ് ആയിട്ട് മാറും. സോ ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യൂണിറ്റ് ഇതിലേക്ക് മാറിയത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, മൂന്നാമത്തത്. ഡൈ ഈഥൈൽ ഈതർ ബോയിൽസ് അറ്റ് 35 ഡിഗ്രി സെൽഷ്യസ്. Its heat of vaporization at its boiling point is 27.2 kilojoule per mole. Calculate its entropy of vaporization. സോ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എൻട്രോപ്പി ഓഫ് വാപ്പറൈസേഷൻ ആണ്. എന്താണ് ഈ എൻട്രോപ്പി ഓഫ് വാപ്പറൈസേഷൻ? ഒരു മോൾ ലിക്വിഡ് സബ്സ്റ്റൻസ് അതിൻ്റെ വാപ്പർ ഫോമിലേക്ക് ബോയിലിംഗ് പോയിന്റിൽ വെച്ച് കൺവേർഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് ആണ് എൻട്രോപ്പി ഓഫ് വാപ്പറൈസേഷൻ എന്ന് പറഞ്ഞത്. അത് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഡെൽറ്റ എസ് വാപ്പറൈസേഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് വാപ്പറൈസേഷൻ ഡിവൈഡഡ് ബൈ ടി ബി എന്താണ്? ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെ ഡെൽറ്റ എച്ച് വാപ്പറൈസേഷൻ തന്നിട്ടുണ്ട്. അതായത് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ at its boiling point is equal to 27.2 കിലോ ജൂൾ പെർ മോളാണ് തന്നിരിക്കുന്നത്. കിലോ ജൂളിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇത് ഒരുപാട് പ്രാവശ്യം ഞാനിത് പറഞ്ഞു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ ഒരു കൺവേർഷനൊക്കെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ കിലോ ജൂളിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 27.2 × 1000 ജൂൾ പെർ മോള്. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ എച്ച് വാപ്പറൈസേഷൻ ആണ്. ഈ ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എച്ച് വാപ്പറൈസേഷൻ ആണ്. അത് നമുക്ക് കിലോ ജൂളിൽ തന്നു. അത് നമ്മൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തു, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് 27200 ജൂൾ പെർ മോള് കിട്ടി. ദെൻ ഇവിടെ ബോയിലിംഗ് പോയിന്റ് തന്നിരിക്കുന്നത് എത്രയാണ്? 35 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, അപ്പോൾ ഇത് ബോയിൽ ചെയ്യുന്നത്, അതായത് നമ്മളോട് ഇത് ഇത്ര ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, വാട്ടർ ബോയിൽ ചെയ്ത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതുകൊണ്ട് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇവിടെ ഡൈ ലീതർ ബോയിൽ ചെയ്ത് 35 ഡിഗ്രി സെൽഷ്യസിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം? കെൽവിൻ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആ 35ൻ്റെ കൂടെ 273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചറായി. അത് എത്ര കിട്ടുന്നു? 308 കെൽവിൻ. അപ്പോൾ ഏത് ക്വസ്റ്റ്യനിൽ എപ്പോഴും ചിലപ്പോൾ ഡിഗ്രി സെൽഷ്യസിലാണ്
തന്നതെങ്കിൽ അതെന്താണ്, അത് കെൽവിനിലോട്ടേക്ക് മാറ്റണമെങ്കിൽ ആ ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചർ എത്രയാണോ അത് പ്ലസ് 273 ചെയ്താൽ മതി. സോ ഇത്ര കിട്ടി. ദെൻ ഇത് വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആൻസർ കിട്ടും. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ദ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഇഫ് ദ എൻട്രോപ്പി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് വെൻ 1 mol of rhombic sulfur changes reversibly to monoclinic state at the transition temperature is 0.873 joule per Kelvin Kelvin inverse mol. The enthalpy of transition is 322.17 joule per mol. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ട്രാൻസിഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണ് ട്രാൻസിഷൻ ഇവിടെ നടക്കുന്നത്, 1 mol റോംബിക് സൾഫർ 1 mol മോണോക്ലിനിക് സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. അതായത് 1 mol റോംബിക് സൾഫർ റിവേഴ്സിബിളി അതിൻ്റെ ഫേസ് എങ്ങോട്ടേക്ക് മാറുകയാണ്, മോണോക്ലിനിക് സ്റ്റേറ്റിലോട്ടേക്ക് മാറുകയാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഉള്ള ആ ഒരു കൺവേർഷൻ ടൈമിലുള്ള എൻട്രോപ്പി ട്രാൻസിഷൻ തന്നിട്ടുണ്ട്. എൻട്രോപ്പി ഓഫ് ട്രാൻസിഷൻ, എൻട്രോപ്പി ചേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. എൻട്രോപ്പി ചേഞ്ച് എത്ര തന്നിരിക്കുന്നത്, 0.874 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ എസ് ട്രാൻസിഷൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ട്രാൻസിഷൻ ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ, ട്രാൻസിഷൻ ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിന്നും ഈ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ എച്ച് ട്രാൻസിഷൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ് ട്രാൻസിഷൻ. അതായത് ഈ ഒരു ടീനെ ഇങ്ങോട്ടേക്ക് ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ടി ഇൻറ്റു ഡെൽറ്റ എസ് എന്ന് വരും അല്ലേ. ദെൻ ടി ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, ഡെൽറ്റ എസിനെ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് കിട്ടും, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ദെൻ തന്നിരിക്കുന്ന വാല്യൂസ് ഇതിലേക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡെൽറ്റ എസ് ട്രാൻസിഷൻ ആണ് 0.874 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ എന്ന് പറഞ്ഞത്. എൻതാൽപ്പി ഓഫ് ട്രാൻസിഷൻ 322.17 ജൂൾ മോൾ ഇൻവേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് രണ്ടും ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 368.62 കെൽവിൻ അത്രയും, അതാണ് ടെമ്പറേച്ചർ എന്ന് കിട്ടും. സോ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ, എൻട്രോപ്പി ഓഫ് വാപ്പറൈസേഷൻ, എൻട്രോപ്പി ഓഫ് സബ്ലിമേഷൻ, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും പറഞ്ഞു. എന്തായിരുന്നു എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ, 1 mol സോളിഡ് സബ്സ്റ്റൻസ് അതിൻ്റെ ലിക്വിഡ് ഫോമിലേക്ക് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വെച്ച് കൺവേർഷൻ നടക്കുമ്പോഴുള്ള ആ എൻട്രോപ്പി ചേഞ്ചിനെയാണ് എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ എൻട്രോപ്പി ഓഫ് വാപ്പറൈസേഷൻ എന്ന് പറഞ്ഞത് 1 mol ലിക്വിഡ് സബ്സ്റ്റൻസ് അതിൻ്റെ വാപ്പർ ഫോമിലേക്ക് മാറുക, അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൽ വെച്ച് വാപ്പർ ഫോമിലേക്ക് കൺവേർഷൻ നടക്കുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ചാണ് എൻട്രോപ്പി ഓഫ് വാപ്പറൈസേഷൻ. എന്താണ് എൻട്രോപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞത്, it is defined as the entropy change accompanying the conversion of 1 mol of solid substance into its vapor form at its sublimation point. അതായത് 1 mol സോളിഡ് സബ്സ്റ്റൻസ് ഡയറക്റ്റ് വേപ്പർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം അതിൻ്റെ സബ്ലിമേഷൻ പോയിന്റിൽ വെച്ച്. അതിനെയാണ് എൻട്രോപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സബ്ലിമേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സോളിഡ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൻ്റെ മെൽറ്റിംഗ് പോയിന്റിലും കുറഞ്ഞ ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് സബ്ലിമേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ ഏതാണോ അതിനെയാണ് സബ്ലിമേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.